രാത്രി മുഴുവൻ പെയ്തു തോർന്ന മഴയുടെ നനവും തണുപ്പും ആ ഗ്രാമത്തെ ഇപ്പോഴും ഒരു വെള്ളിപ്പുതപ്പ് പോലെ മൂടി പുതച്ചിട്ടുണ്ടായിരുന്നു. പകുതി മയക്കത്തിലായിരുന്ന കിഴക്കേ ആകാശത്തിലൂടെ സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ പൊൻചരടുകൾ പോലെ പതുക്കെ പടർന്നു തുടങ്ങി. ആ കൊച്ചു വീടിൻ്റെ മുറ്റത്ത് നിന്ന തുളസിച്ചെടിയുടെ ഓരോ ഇലത്തുമ്പിലും പ്രകൃതി കോർത്തുവച്ച രത്നങ്ങൾ പോലെ മഞ്ഞത്തുള്ളികൾ വെയിലിൽ തെളിഞ്ഞു നിൽപ്പുണ്ട്. അടുക്കളയിൽ ഗ്യാസ് സ്റ്റൗവിന് മുകളിൽ ചായ തെളിച്ച് മറിയുന്ന ശബ്ദം തല്ലിച്ചതച്ച ഇഞ്ചിയുടെയും ഏലക്കയുടെയും നാടൻ സുഗന്ധം വീടിൻ്റെ അന്തരീക്ഷമാകെ ആവാഹിച്ചെടുത്തിരുന്നു. ഗൗരി പതുക്കെ ചായ അരിച്ച് കപ്പിലേക്ക് പകർന്നു. ചൂട് ചായയിൽ നിന്ന് ഉയരുന്ന വെളുത്ത ആവിയിലേക്ക് ഒരു നിമിഷം ശൂന്യമായി കണ്ണു നട്ടിരുന്ന ശേഷം അവൾ ആ ട്രേയുമായി അമ്മയുടെ മുറിയിലേക്ക് നടന്നു. കട്ടിലിൽ തലയണ ചാരി ഓർമ്മകളുടെ ഏതോ ദൂരങ്ങളിലേക്ക് കണ്ണു നട്ടിരിക്കുകയായിരുന്നു പത്മ. ഗൗരിയുടെ കാലൊച്ച കേട്ടതും അവർ പതുക്കെ കണ്ണുകൾ തുറന്നു. അമ്മേ, ദാ ചൂട് ചായ, ഗൗരി ആർദ്രമായി വിളിച്ചു. പത്മയുടെ വരണ്ട ചുണ്ടിൽ സ്നേഹം നിറഞ്ഞൊരു പുഞ്ചിരി വിടർന്നു. എണീറ്റോ മോളെ നീ? ഞാൻ കുറച്ചു നേരമായി അമ്മ എണീറ്റിട്ട്. ദാ ഈ ചായ കുടിച്ചേ. പത്മ ആ കപ്പ് കയ്യിലെടുത്തു. മകളുടെ ക്ഷീണിച്ച മുഖത്തേക്ക് നോക്കി അവർ പതുക്കെ ചോദിച്ചു, നിനക്കിന്ന് കോളേജിൽ പോകേണ്ടതല്ല മോളെ? പോകണം അമ്മേ, പക്ഷേ ഇതിനു മുന്നേ ട്യൂഷൻ കുട്ടികളെല്ലാം വരുമല്ലോ, അവർക്കുള്ള ക്ലാസ് കഴിയണം. പത്മയുടെ കണ്ണുകളിൽ ഒരു നീയൽ പടർന്നു. നിനക്കൊരു നിമിഷം പോലും വിശ്രമമില്ലല്ലോ മോളെ. ഗൗരി സൗമ്യമായി പുഞ്ചിരിച്ചു. എൻ്റെ ഏറ്റവും വലിയ വിശ്രമം എന്താണെന്ന് അറിയാമോ അമ്മേ? അമ്മ സമാധാനത്തോടെയും സുഖത്തോടെയും ഇരിക്കുന്നത് കാണാനാണ്. ആ വാക്കുകൾ ഒരു കൂരമ്പ് പോലെ പത്മയുടെ ഹൃദയത്തിലാണ് ചെന്ന് തട്ടിയത്. ഉള്ളിലുയർന്ന വിഷാദവും നിറഞ്ഞു തുളുമ്പിയ കണ്ണീരും മകൾ കാണാതിരിക്കാൻ അവർ പതുക്കെ മുഖം ജനലിലൂടെ പുറത്തേക്ക് തിരിച്ചു. അപ്പോഴാണ് ഉമ്മറത്ത് നിന്ന് ആ കോളിംഗ് ബെൽ മുഴങ്ങിയത്. ചേച്ചി! പുറത്തു നിന്ന് കുറുന്നുകളുടെ ശബ്ദം കേട്ടു. ഗൗരി വേഗം ഉമ്മറത്തേക്ക് തിന്നു. തോൾ ബാഗും തൂക്കി 3 കുട്ടിപ്പട്ടാളങ്ങൾ മുറ്റത്ത് നിൽക്കുന്നു. വാ, അകത്തേക്ക് വാ, ഗൗരി വാതിൽ തുറന്നു കൊടുത്തു. അവർ ഹാളിലെ ചെറിയ മേശയ്ക്ക് ചുറ്റും അച്ചടക്കത്തോടെ വന്നിരുന്നു. ഗൗരി അവരുടെ മുന്നിലെ കസാരയിൽ ഇരുന്ന് പുസ്തകം തുറന്നു. ഇന്നലെ ഞാൻ തന്ന ഹോംവർക്കൊക്കെ ചെയ്തോ എല്ലാവരും? ചെയ്തു ചേച്ചി, 3 പേരും ഒരേ സ്വരം വെച്ച് പറഞ്ഞു. എന്നാൽ ആദ്യം അത് നോക്കാം. പുസ്തകം ഇങ്ങെടുക്ക്. ഓരോരുത്തരുടെയും പുസ്തകങ്ങൾ വാങ്ങി സൂക്ഷ്മമായി പരിശോധിച്ച ശേഷം ഗൗരി അവരുടെ തലയിൽ സ്നേഹത്തോടെ തലോടി. വളരെ നന്നായിട്ടുണ്ട്, മിടുക്കന്മാർ. ആ പ്രശംസയിൽ ആ കൊച്ചു കുട്ടികളുടെ മുഖത്ത് 1000 തിരി കത്തിച്ച വെളിച്ചം പരന്നു. അതിനിടയിൽ പത്മ പതുക്കെ നടന്ന് ഹാളിലേക്ക് വന്നു. ചുമരിൽ ചാരി നിന്ന് കുട്ടികളുടെ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന മകളെ നോക്കിയപ്പോൾ ആ അമ്മയുടെ നെഞ്ചിൽ അഭിമാനം കൊണ്ടു നിറഞ്ഞു. ശരി, ഇനി ഈ ചോദ്യത്തിന് ആർക്കാണ് ഉത്തരം ചെയ്യാൻ അറിയാവുന്നത്? ഗൗരി ബോർഡിലേക്ക് ചൂണ്ടിച്ചോദിച്ചു. ഉടൻ തന്നെ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ പയ്യൻ ആവശ്യത്തോടെ കൈ ഉയർത്തി. ഞാൻ ചെയ്യാൻ ചേച്ചി. എന്നാൽ വാ, ബോർഡിലെഴുതൂ. അവൻ ബോർഡിലെഴുതിയ കണക്കിൽ ചെറിയൊരു തെറ്റ് പറ്റിയിരുന്നു. എങ്കിലും ഗൗരി അവൻ്റെ നേരെ ശബ്ദമുയർത്തിയില്ല. അവനെ അടുത്ത് വിളിച്ച് ഗൗരി തോളോട് ചേർത്ത് പിടിച്ചു. തെറ്റുന്നതൊരു തെറ്റ് അല്ല മോനെ, പക്ഷേ പറ്റിപ്പോയ തെറ്റ് എവിടെയാണെന്ന് മനസ്സിലാക്കി തിരുത്താൻ പഠിക്കണം, അതാണ് പ്രധാനം. അത് കേട്ടിരുന്ന പത്മ മനസ്സിൽ സ്വയം പറഞ്ഞു, ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇവൾക്ക് എത്ര പക്വതയാണ് ദൈവമേ. 2 മണിക്കൂറോളം നീണ്ട ക്ലാസ്സിന് ശേഷം കുട്ടികൾ പുസ്തകങ്ങൾ ബാഗിലാക്കി. ചേച്ചി, ഞങ്ങൾ പോകട്ടെ? ശരി, നാളത്തെ ഹോംവർക്ക് മറക്കരുത് കേട്ടോ. ഇല്ല ചേച്ചി. കുട്ടികൾ ചിരിച്ചുകൊണ്ട് ഗേറ്റ് തുറന്നു പുറത്തേക്കൂടി. ഗൗരി അവരെ യാത്രയാക്കി ഗേറ്റ് പൂട്ടി അകത്തേക്ക് കയറി വന്നപ്പോൾ കണ്ടത് സോഫയിൽ തലയ്ക്ക് കൈ കൊടുത്തിരിക്കുന്ന അമ്മയാണ്. ഗൗരിയുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർന്നു കടന്നുപോയി. അവൾ ഓടി അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അമ്മേ, വീണ്ടും തലവേദനയാണോ? പത്മ കണ്ണുകൾ അടച്ചു പിടിച്ച് പതുക്കെ പറഞ്ഞു. ഏയ്, ചെറുതായിട്ട് എന്ന് അമ്മ എന്നും പറയുന്നതാണ്. ഇതിപ്പോൾ ദിവസങ്ങളായല്ലോ. പ്രായമാകുമ്പോൾ ശരീരം കാട്ടുന്ന ഓരോ വയ്യാവേലികളാണ് മോളെ, ഇട്ടേക്ക്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇന്ന് തന്നെ നമ്മൾ ആശുപത്രിയിൽ പോകുന്നുണ്ട്. ഗൗരിയുടെ ശബ്ദത്തിൽ ഉറപ്പും ഉണ്ടായിരുന്നു, അത്ര തന്നെ വേവലാതിയും ഉണ്ടായിരുന്നു. വേണ്ട മോളെ, വെറുതെ ആശുപത്രിക്കും മരുന്നിനും പണം കളയേണ്ട. പണം നമുക്ക് നാളെയും ഉണ്ടാക്കാം അമ്മേ. പക്ഷേ എനിക്ക് അമ്മയെ നഷ്ടപ്പെടുത്തിയാലോ? അതെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല.
ആ വാക്കുകളിൽ ആഴം പത്മയെ തളർത്തി കളഞ്ഞു. അവൻ മകളുടെ ഇരു കൈകളും ചേർത്ത് പിടിച്ചു. നിനക്ക് ഈ ലോകത്ത് ആകെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ മോളെ. ഗൗരി ഒന്നും മിണ്ടിയില്ല. ഉത്തരം പറയാതെ അവൾ അമ്മയുടെ വിറക്കുന്ന കൈകൾ സ്വന്തം നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അപ്പോഴാണ് പുറത്തുനിന്ന് പരിചയമുള്ള ആ വിളി കേട്ടത്. പത്മേ. അയൽപക്കത്തെ അമ്മൂമ്മയാണ്. ഗേറ്റും കടന്നവർ സാരിത്തുമ്പ് ഇടുപ്പിൽ കുത്തി അകത്തേക്ക് നടന്നു വന്നു. ഉമ്മറത്തെ ദൃശ്യം കണ്ട് അവർ ചോദിച്ചു, എന്താ രണ്ടുപേരും ഇവിടെ ഒരു ഗൗരവ ആലോചന? ഒന്നുമില്ല അമ്മൂമ്മേ. ഗൗരി മുഖത്തൊരു കൃത്രിമ ചിരി വരുത്താൻ ശ്രമിച്ചു. നീ എന്നോട് കള്ളം പറയണ്ട മോളെ. നിന്റെ മുഖം കണ്ടാൽ എനിക്കെല്ലാം മനസ്സിലാവും. അമ്മൂമ്മ പത്മയുടെ അടുത്തിരുന്നു. വീണ്ടും ആ പഴയ തലവേദന തന്നെയാണോ പത്മേ? പത്മ നിസ്സഹായതയോടെ പുഞ്ചിരിച്ചു. അതൊക്കെ താനേ മാറിക്കോളൂ അമ്മൂമ്മേ. മാറുമെന്ന് പറഞ്ഞ് എത്ര നാളായി നിന്റെ ഇരിപ്പ്. ഡോക്ടറെ കാണാൻ പോയോ നിങ്ങൾ? ഗൗരി അമ്മൂമ്മയെ നോക്കി പറഞ്ഞു. ഇന്ന് കൊണ്ടുപോകാനിരിക്കുകയായിരുന്നു അമ്മൂമ്മേ. അതാണ് ബുദ്ധി. രോഗം വെച്ചുകൊണ്ടിരിക്കരുത്. അമ്മൂമ്മ താൻ കൊണ്ടുവന്ന കൊച്ചി കീ ഗൗരിയുടെ കയ്യിൽ കൊടുത്തു. ഇതാ വീട്ടിലുണ്ടാക്കിയ മാങ്ങാച്ചാറും കുറച്ച് പലഹാരവുമാണ്. വെച്ചോ. നിങ്ങൾ രണ്ടുപേരും കൃത്യത്തിന് ഭക്ഷണം കഴിക്കാറില്ലെന്ന് എനിക്കറിയാം. ഗൗരി നന്ദിയോടെ അത് വാങ്ങി അടുക്കളയിൽ കൊണ്ടുപോയി വെച്ചു. അവൾ തിരികെ ഹാളിലേക്ക് വന്നപ്പോൾ കണ്ടത് പത്മ ഒരു പഴയ ഡയറി തുറന്നു വെച്ച് പേന കൊണ്ട് എന്തൊക്കെയോ കണക്ക് കൂട്ടുന്നതാണ്. എന്താ പത്മ ഇത്? അമ്മമ്മ ചോദിച്ചു. പത്മ ഒരു ദീർഘനിശ്വാസം ഇട്ടു. വീട്ടു ചെലവ്, മരുന്നിൻ്റെ തുക, പിന്നെ ഗൗരിയുടെ കോളേജ് ഫീസ്. വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ പത്മയുടെ തൊണ്ടയിടറി. അമ്മമ്മ പത്മയുടെ വിറക്കുന്ന കൈകളിൽ ആശ്വാസത്തോടെ തൊട്ടു. എല്ലാം ശരിയാകും പത്മേ. ദൈവം വഴി കാട്ടും. അമ്മൂമ്മ അത് പറയുമ്പോഴും ആ വാക്കുകൾ അഭയം കണ്ടെത്താൻ പത്മക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിനെ കുറിച്ചുള്ള ഏതോ അജ്ഞാതമായ ഭയം ആ ചെറിയ വീടിൻ്റെ അന്തരീക്ഷത്തിൽ പതുങ്ങി നിൽപ്പുണ്ടായിരുന്നു. അമ്മൂമ്മ മടങ്ങിയതോടെ ആ കൊച്ചു വീട്ടിലേക്ക് നിശബ്ദത വീണ്ടും ഒരു കറുത്ത തുണി പോലെ വന്നു മൂടി. അടുക്കളയിലെ സ്റ്റീൽ പാത്രങ്ങൾ കഴുകി വെക്കുന്ന ശബ്ദം മാത്രമാണ് ആ നിശബ്ദതയെ മുറിച്ച് മാറ്റിക്കൊണ്ടിരുന്നത്. പത്മ സോഫയിൽ തലയിണ ചാരിയ കണ്ണുകൾ അടച്ചു കിടന്നു. എന്നാൽ അവരുടെ കൺതടങ്ങളിലെ ഇരുണ്ട പാടുകളും മുഖത്തെ വിളർച്ചയും ആ ശരീരത്തെ തളർത്തുന്ന കഠിനമായ വേദനയെ മറച്ചു വെക്കാൻ പ്രാപ്തമായിരുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ഗൗരി ഒരു ഗ്ലാസ് വെള്ളവും മരുന്നുമായി അമ്മയുടെ മുന്നിലെത്തി. അമ്മേ, ദാ മരുന്ന് കഴിക്കൂ. പത്മ പതുക്കെ കണ്ണുകൾ തുറന്നു. ഇപ്പോൾ വേണ്ട മോളെ, അല്പം കഴിയട്ടെ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഡോക്ടർ നിർദ്ദേശിച്ച സമയം കഴിഞ്ഞു. ഗൗരി മരുന്നിൻ്റെ സ്ട്രിപ്പ് അമ്മയുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു. മറുത്തൊന്നും പറയാതെ പത്മ ആ ഗുളിക വിഴുങ്ങി. തണുത്ത വെള്ളം ഇറക്കുമ്പോഴും അവരുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. ഗ്ലാസ് മേശപ്പുറത്ത് വെച്ച് അവർ വീണ്ടും കസാരയിലേക്ക് ചാരി കിടന്നു. അമ്മേ. ഗൗരി അവരുടെ അടുത്തേക്ക് കുറച്ചുകൂടി നീങ്ങിയിരുന്നു. എന്താ മോളെ? നമുക്കിങ്ങനെ എത്ര ദിവസം നീട്ടിക്കൊണ്ടു പോകാൻ പറ്റും? എനിക്ക് പേടിയാവുന്നു അമ്മേ. നമുക്ക് നാളെ തന്നെ നഗരത്തിലെ വലിയ ആശുപത്രിയിൽ പോകാം. ഒരു നല്ല ഡോക്ടറെ കാണിക്കാം. ഗൗരി പത്മ മകളുടെ കയ്യിൽ പതുക്കെ തൊട്ടു. ഞാൻ പറയുന്നത് കേൾക്കമ്മേ. ഇനി വൈകിക്കരുത്. വലിയ ആശുപത്രികളിൽ പോയാൽ ഉണ്ടാവുന്ന ചെലവ് എത്രയാണെന്ന് നിനക്കറിയില്ല മോളെ. ചെലവിനെക്കുറിച്ച് ആലോചിച്ച് അമ്മ ഇപ്പോൾ വിഷമിക്കണ്ട. അതിനൊക്കെ എന്തെങ്കിലും വഴി കാണും. പത്മ ആർദ്രമായി മകളുടെ മുഖത്തേക്ക് നോക്കി. നിന്റെ പഠനം പൂർത്തിയായിട്ടില്ല. അവസാന വർഷമാണ്. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം. ഈ ഘട്ടത്തിൽ എൻ്റെ പേരിലൊരു സാമ്പത്തിക ബാധ്യത തലയിൽ വെച്ച് നീ ബുദ്ധിമുട്ടുന്നത് കാണാൻ എനിക്ക് വയ്യ. ഗൗരിയുടെ വാക്കുകൾ അപ്പോൾ പാറ പോലെ തന്നെ ഉറപ്പായിരുന്നു. എനിക്കെൻ്റെ പഠനത്തെക്കാളും ഭാവിയേക്കാളും വലുത് അമ്മയുടെ ജീവനാണ്. ആ വാക്കുകൾ പത്മയുടെ ഉള്ളം ഉലച്ചു കളഞ്ഞു. നീ ഇങ്ങനെയൊക്കെ ആവേശത്തോടെ സംസാരിക്കുമ്പോഴാണ് മോളെ എനിക്ക് കൂടുതൽ പേടി തോന്നുന്നത്. പേടിക്കണ്ട അമ്മേ. നാളെ രാവിലെ തന്നെ നമ്മൾ പോകും. ഒരു അമ്മയുടെ തോളിൽ കൈവച്ച് ഉറപ്പ് നൽകി. മകളുടെ കണ്ണുകളിലെ വാശിക്ക് മുന്നിൽ പത്മക്കൊടിയിൽ വഴങ്ങേണ്ടി വന്നു. പിറ്റേന്ന് പ്രഭാതത്തിൽ നിന്ന് രണ്ടുപേരും നഗരത്തിലെ പ്രശസ്തമായ ജനറൽ ആശുപത്രിയിലെത്തി. രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും തിരക്ക് കൊണ്ട് ആകെ ബഹളമായിരുന്നു അവിടം. പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം ഗൗരവക്കാരനായ ഡോക്ടർ കുറച്ച് ടെസ്റ്റുകൾ കൂടി അടിയന്തരമായി ചെയ്യാൻ കുറിച്ച് നൽകി. വൈകുന്നേരത്തോടെ റിപ്പോർട്ടുകൾ വാങ്ങി ഡോക്ടറുടെ മുറിക്ക് മുന്നിൽ കാത്തു നിൽക്കുമ്പോൾ ഗൗരിയുടെ നെഞ്ച് അകാരണമായി ഇടിച്ചുകൊണ്ടിരുന്നു. റിപ്പോർട്ട് പരിശോധിച്ച് കഴിഞ്ഞതും ഡോക്ടറുടെ മുഖം മാറി. മിസ് പത്മ, ഒന്ന് അകത്തേക്ക് വരാമോ? ഡോക്ടർ വിളിച്ചു. പത്മ എഴുന്നേറ്റപ്പോൾ ഒപ്പം ചെന്ന ഗൗരിയോട് ഡോക്ടർ സൗമ്യമായി പറഞ്ഞു. മോൾ അല്പം പുറത്തിരിക്കൂ. അമ്മയോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ആ വാതിൽ അടഞ്ഞു. ഹാളിലെ പ്ലാസ്റ്റിക് കസേരയിലിരുന്ന ഗൗരിയുടെ ഉള്ളിൽ തീയിരിക്കുകയായിരുന്നു.
സമയം ഇഴഞ്ഞു നീങ്ങി. മിനിറ്റുകൾക്ക് മണിക്കൂറുകളുടെ ദൈർഘ്യം തോന്നിപ്പിച്ചു. ഒടുവിൽ 20 മിനിറ്റിന് ശേഷം ആ മുറിയുടെ വാതിൽ തുറക്കപ്പെട്ടു. പത്മ പുറത്തേക്ക് വന്നു. ഗൗരിയുടെ കണ്ണുകളിൽ നോക്കി. ഒരു കൃത്രിമ ചിരി വരുത്താൻ അവർ ശ്രമിച്ചെങ്കിലും അവരുടെ കണ്ണുകൾ കരഞ്ഞു ചുവന്നിരുന്നു. അമ്മേ, എന്താ ഡോക്ടർ പറഞ്ഞത്? റിപ്പോർട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഗൗരി പരിഭ്രാന്തിയോടെ ഓടിയെത്തി. ഏയ്, ഒന്നുമില്ല മോളെ. പഴയ മരുന്നുകളെ പറ്റി പറയുകയായിരുന്നു. അത് മാറ്റി പുതിയത് കുറിച്ച് തന്നു. അതിന് ഇത്രയധികം സമയം എന്തിനാ അമ്മേ? അത് ചില പഴയ രോഗവിവരങ്ങൾ ചോദിച്ചറിഞ്ഞതാ. പത്മ വാക്കുകൾ തടവി പറഞ്ഞു. ഗൗരിയുടെ മനസ്സിൽ സംശയത്തിൻ്റെ കരിനീൽ വീണെങ്കിലും തളർന്നു നിൽക്കുന്ന അമ്മയെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കാൻ അവൾ മുതിർന്നില്ല. വീട്ടിലെത്തിയ ശേഷം പത്മ തികച്ചും മൗനിയായിരുന്നു. രാത്രി വിളമ്പി വെച്ച ആഹാരം പകുതി പോലും കഴിക്കാതെ അവർ പാത്രം തള്ളി നീക്കി മുറിയിലേക്ക് പോയി. രാത്രി ഏറെ വൈകി. ഗൗരി പഠനമുറിയിലെ മേശപ്പുറത്ത് തലവെച്ച് ഉറങ്ങിപ്പോയിരുന്നു. വീടാകെ നിശബ്ദയുടെ കനത്ത മൂടുപടത്തിൽ ആണ്ടുപോയി. കിടക്കയിൽ കണ്ണടച്ച് കിടന്ന പത്മ പതിയെ എഴുന്നേറ്റ് അലമാര തുറന്ന് അതിൻ്റെ ഏറ്റവും മുകളിലെ തട്ടിൽ വർഷങ്ങളായി ആരും തൊടാതെയിരുന്ന ആ പഴയ തുണിസഞ്ചി അവർ താഴെയെടുത്തു. പൊടിപടലങ്ങൾ തട്ടിമാറ്റി അതിൽ നിന്ന് പഴയ ചില ഫോട്ടോകളും മാഞ്ഞു തുടങ്ങിയ ഒരു നോട്ട്ബുക്കുകളും അവർ പുറത്തെടുത്തു. ഡയറിയുടെ അവസാന താളിൽ നീല മഷിപ്പേനയിൽ കുറിച്ചിട്ട ആ പേരിന് മുകളിൽ പത്മയുടെ വിറക്കുന്ന വിരലുകൾ നിശ്ചലമായി. വിശ്വനാഥൻ. അവർ കണ്ണുകൾ അടച്ചു. മറന്നുപോയെന്ന് കരുതിയ എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ നീറിക്കൊണ്ടിരിക്കുന്ന പഴയകാല ഓർമ്മകൾ ഒന്നിനു പിറകെ ഒന്നായി മനസ്സിൻ്റെ തലത്തിൽ തെളിഞ്ഞു വന്നു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം. ദൈവമേ! വിറക്കുന്ന വിരലുകളോടെ പത്മ തൻ്റെ മൊബൈൽ ഫോൺ എടുത്ത സംഖ്യകൾ ഓരോന്നായി അമർത്തി. നിമിഷങ്ങൾ നിശ്ചലമായി. ആദ്യ റിങ്ങിൽ തന്നെ മറുതലയ്ക്കൽ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യപ്പെട്ടു. ഹലോ. ഗംഭീരവും പക്വവുമായൊരു ആൺശബ്ദം. പത്മയുടെ തൊണ്ടയിൽ വാക്കുകൾ കുടുങ്ങിപ്പോയി. ശബ്ദം പുറത്തേക്ക് വന്നില്ല. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? മറുതലയ്ക്കൽ ചോദ്യം ആവർത്തിച്ചു. കണ്ണീർ തുള്ളികൾ കവിളിലൂടെ ഒഴുകിയിറങ്ങിയവയെ പത്മ ആത്മനിയന്ത്രണം വീണ്ടെടുത്ത് പതുക്കെ വിളിച്ചു. വിശ്വേട്ടാ. മറുതലയ്ക്കൽ പെട്ടെന്ന് വലിയൊരു നിശബ്ദത പടർന്നു. നിമിഷങ്ങൾക്ക് ശേഷം ആശ്ചര്യം നിറഞ്ഞ ശബ്ദം കേട്ടു. പത്മ, നീയാണോ പത്മ ഇത്? അതെ, ഞാൻ തന്നെയാ വിശ്വേട്ടാ. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം. പെട്ടെന്നെന്താ പത്മേ, എന്തു പറ്റി? പത്മയുടെ ശബ്ദമിടറി. ശ്വാസമെടുക്കാൻ അവർ ബുദ്ധിമുട്ടി. എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം വിശ്വേട്ടാ. വിശ്വനാഥൻ്റെ ശബ്ദത്തിലെ ഭാവം മാറി. എന്തെങ്കിലും വലിയ പ്രശ്നമുണ്ടോ പത്മേ? എന്താ കാര്യം? അല്പനേരം വിങ്ങിപ്പൊട്ടിയ ശേഷം പത്മ ആ സത്യം പുറത്തു പറഞ്ഞു. ഇന്ന് ഡോക്ടറെ കണ്ടു വിശ്വേട്ടാ. എനിക്ക് ഗുരുതരമായ രോഗമാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇനി അധിക നാൾ. ആ വാക്കുകൾ പൂർത്തിയാകും മുന്നേ മറുതലയ്ക്കൽ ഒരു ഇളക്കമുണ്ടായി. വിശ്വനാഥൻ തൻ്റെ കസേരയിൽ നിന്ന് ഞെട്ടിയുണർന്ന് എഴുന്നേറ്റ ശബ്ദം കേൾക്കാമായിരുന്നു. നീ ഇപ്പോൾ എവിടെയുണ്ട് പത്മേ? ഞാൻ വീട്ടിലുണ്ട്. ഞാൻ നാളെ രാവിലെ തന്നെ അവിടെ എത്തും. നീ ധൈര്യമായിരിക്കെ. എനിക്ക് നിങ്ങളോടൊരു സഹായം ചോദിക്കാനുണ്ട്. എൻ്റെ പത്മയ്ക്ക് വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. നമുക്ക് നാളെ നേരിൽ സംസാരിക്കാം പത്മേ. നീ ഒന്നും ആലോചിച്ച് വിഷമിക്കേണ്ട. നന്ദി. പത്മ വിതുമ്പലോടെ കോൾ കട്ട് ചെയ്തു. മുറിക്ക് പുറത്തെ കനത്തിരുട്ടിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ആ അമ്മയുടെ ഉള്ളിൽ ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭഗവാനെ, എനിക്കെന്തെങ്കിലും സംഭവിക്കുന്നതിന് മുന്നേ എൻ്റെ മകളെ, എൻ്റെ ഗൗരിയെ ഈ ലോകത്ത് ഒറ്റക്കാക്കാതിരുന്നാൽ ഒരു വഴി കാട്ടിത്തരണേ.